നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാളെ എന്താകുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടി മറ്റാർക്കും നൽകാത്ത അവസരങ്ങൾ തനിക്ക് നൽകിയെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. കേൾക്കാം. തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ സമയത്ത് ആ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ പറ്റുമോ എന്നതാണ്. ഇല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. നമുക്ക് നാളെ എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാനെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ചില ആളുകളെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ലേ നിങ്ങളിതൊക്കെ പറയുന്നതെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും ഞാൻ സംസാരിക്കുന്നതിൽ ഒരു ആത്മവിശ്വാസക്കുറവോ ഞാൻ സംസാരിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമുള്ളൂ. ഞാൻ മുൻപത്തേക്കാൾ ഹാപ്പിയാണ് സത്യത്തിൽ. കാരണം നമ്മൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമല്ല നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മറ്റൊരു രീതിയിൽ നേതൃത്വം കൊടുക്കുമ്പോൾ. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണോ നഗരസഭ നടത്തിയിട്ടുള്ളത്, ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഭാവിയിൽ എന്തുണ്ടാകും എന്ന് എനിക്ക് ഇന്ന് പറയാൻ കഴിയില്ല. അത് പാർട്ടി നൽകേണ്ട ഉത്തരവാദിത്തമാണ്. ഈ ചുമതല മറ്റാർക്കും ഒരു പക്ഷേ ഇന്നിപ്പോൾ ലഭിക്കാത്ത ഒരു ചുമതലയാണല്ലോ തിരുവനന്തപുരം പോലെയുള്ള ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാവുക എന്നുള്ളത്. അതെന്നെ വിശ്വസിച്ചേൽപ്പിച്ച ജനങ്ങളെയും പാർട്ടിയെയും നാളെ എനിക്കിനി ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് എന്നതാണ് എൻ്റെ തീരുമാനം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അത് ഈ കേഡർ പാർട്ടിയിലുള്ള ആളുകൾ പൊതുവെ അങ്ങനെ പറയുന്നതാണ്. അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും CPI ആണെങ്കിലും ഒക്കെ ആ നേതാക്കൾക്ക് അങ്ങനെ ഒരു ബോധമുണ്ട്. കാരണം പാർട്ടി തന്ന പദവി അത് സ്വീകരിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു പദവി തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പാർട്ടിയെ തള്ളി പറയാനോ ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് ചിലയിടങ്ങളിൽ നിന്ന് ചില വാർത്ത വരുന്നുണ്ട്. ഭാര്യമാരെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ കേട്ടു.